ചൈനയ്ക്ക് ഇന്ത്യയുടെ അടുത്ത പണി റെഡിയായിരിക്കുന്നു. ഇന്ത്യ വിയറ്റ്നാമിലേക്കും ഇന്തോനേഷ്യയിലേക്കും ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വിതരണം ചെയ്യുന്നു. 4000 കോടി രൂപയുടെ കയറ്റുമതി കരാറാണ് ഇരു രാജ്യങ്ങളുമായി ഇന്ത്യ ഒപ്പുവെക്കാൻ പോകുന്നത്. ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയും റഷ്യയും ചേർന്ന് സംയുക്തമായി നിർമ്മിച്ചതിനാൽ റഷ്യയുടെ എതിർപ്പില്ലെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് കയറ്റുമതി ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഡിസംബർ ആദ്യ വാരം തന്നെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും റഷ്യൻ പ്രതിരോധ മന്ത്രി ആന്ദ്രേ ബെലേസോവും തമ്മിൽ നടന്ന പ്രതിനിധി യോഗത്തിൽ റഷ്യയ്ക്ക് എതിർപ്പില്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് കയറ്റുമതി ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇന്ത്യ കരാറിൽ ഒപ്പിടുന്നത്. സൗത്ത് ചൈന സീ ഭാഗങ്ങൾ ചൈനയുടെ അഹങ്കാരത്തിൽ പൊറുതിമുട്ടി നിൽക്കുന്ന വിയറ്റ്നാമിനും ഇന്തോനേഷ്യയ്ക്കും സംബന്ധിച്ചിടത്തോളം ബ്രഹ്മോസ് കരാർ ഏറെ അനിവാര്യമായ ഒന്നാണ്. ചൈന ഈ മേഖലയിൽ കാണിക്കുന്ന വില്ലൻ നടപടികൾ ഈ രാജ്യങ്ങളെ വരുതിയിൽ നിർത്താൻ അവിടുത്തെ വിഭവങ്ങൾ കൊള്ളയടിക്കുന്ന നയം ചെറുതൊന്നുമല്ല ഈ രാജ്യങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഫിലിപ്പീൻസുമായി $375 മില്യൺ ആൻറ്റി ഷിപ്പ് മിസൈൽ ബാറ്ററി കരാറും ഇന്ത്യ ഒപ്പുവെച്ചിരിക്കുന്നു. നിലവിൽ ബ്രഹ്മോസ് മിസൈലിൻ്റെ ദൂരപരിധി 290 കിലോമീറ്ററിൽ നിന്ന് 480 കിലോമീറ്ററായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഇന്ത്യയുടെ സായുധ സേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളിൽ ഒന്നാണ് ബ്രഹ്മോസ്. 2028 ഇതിൻ്റെ ദൂരപരിധി 800 കിലോമീറ്റർ ആക്കാനാണ് ഇന്ത്യയുടെ പദ്ധതി. ആസിയാൻ പങ്കാളികൾക്കും മറ്റ് സൗഹൃദ രാജ്യങ്ങൾക്കും ആകാശ് വ്യോമസേന പ്രതിരോധ മിസൈൽ സംവിധാനം, വിനാഗ് മൾട്ടി ലോഞ്ച് റോക്കറ്റ് സംവിധാനങ്ങൾ തുടങ്ങി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആയുധങ്ങളുടെ കയറ്റുമതിയിലൂടെ പ്രതിരോധ രംഗത്തെ കയറ്റുമതി കൂടുതൽ വിപുലീകരിക്കുവാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. ഇന്തോനേഷ്യയും വിയറ്റ്നാമുമായുള്ള ബ്രഹ്മോസ് കരാറുകൾ ഇന്ത്യയെ ഇൻഡോ പസഫിക് മേഖലയിൽ വലിയ ശക്തിയാക്കി മാറ്റുമെന്ന ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.